നമ്മളെല്ലാ ഗേൾസിന്റെയും കയ്യിലും കാണും ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു ഫൗണ്ടേഷൻ. ഇത് ഉപയോഗിക്കാത്തതിന്റെ കാരണം വേറൊന്നുമല്ല, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ അറിയത്തില്ല. ഇനി അഥവാ ഇട്ടാൽ തന്നെ പൊട്ടി അടിച്ച പോലെ ഇരിക്കുകയും കൂടെ ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് ഇടാൻ മടിക്കും. ഫൗണ്ടേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യുന്നതിന് പകരം നന്നായിട്ട് സ്കിൻ പ്രപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഇടാം. ഫസ്റ്റ് മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇട്ടതിന് ശേഷം 15 to 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തതിന് ശേഷം പ്രൈമർ അപ്ലൈ ചെയ്യുക. അതും നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള പ്രൈമർ മാത്രം അപ്ലൈ ചെയ്യുക. ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ കളർ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നല്ല ഡാർക്ക് സർക്കിൾസും ഹൈപ്പർ പിഗ്മെന്റേഷനും ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളർ കറക്റ്റർ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു കറക്റ്റിംഗ് കൺസീലർ യൂസ് ചെയ്താൽ മതി. അതായത് നമ്മുടെ സ്കിൻ ടോണിനെക്കാളും 2 or 3 ഷെയ്ഡ് ഡാർക്കർ ഷെയ്ഡ്. അത് നന്നായി ബ്ലെൻഡ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം വേണം ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കുക. അതും വളരെ കുറച്ച് മതി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. ബിഗിനേഴ്സിനാകുമ്പോൾ ഫൗണ്ടേഷൻ ബ്രഷിനെക്കാളും ഒരു ബ്യൂട്ടി ബ്ലെൻഡർ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം ഒരു കവറേജിൽ നമുക്ക് കുറച്ചുകൂടെ കൺട്രോൾ കിട്ടും. പിന്നെ ഒരു ബ്ലഷ് യൂസ് ചെയ്യുക. ബ്ലഷും വളരെ കുറച്ച് മതി. അതും ഇതുപോലെ തന്നെയാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മസ്കാര ഇട്ട് കൊടുക്കുക. നമ്മുടെ ബേസ് മേക്കപ്പ് അത്യാവശ്യം ഹെവി ആണെന്നുണ്ടെങ്കിൽ ഐസും ലിപ്സും കുറച്ച് ന്യൂഡായിട്ട് പോയാൽ നല്ലൊരു നാച്ചുറൽ ലുക്ക് ആയിരിക്കും കിട്ടുന്നത്. ഇനിയിപ്പോൾ കല്യാണത്തിനോ ഫംഗ്ഷൻസിനൊക്കെ ആണ് പോകുന്നുണ്ടെങ്കിൽ ഐസും ലിപ്സും ഒക്കെ ബോൾഡാക്കി കൊടുത്താൽ മതി. മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി പൗഡറും സെറ്റിംഗ് സ്പ്രേ ഇട്ട് കൊടുക്കുക. ഞാനിന്ന് പൗഡർ സ്കിപ്പ് ചെയ്യാണ്, സെറ്റിംഗ് സ്പ്രേ മാത്രമേ അടിക്കുന്നുള്ളൂ. ബിക്കോസ് എനിക്കിന്ന് ലോങ് ഡേ ഒന്നും അല്ല.